സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. അന്ത്യം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. മലയാളത്തിലും തമിഴിലുമായി 50ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. സംസ്കാരം ഇന്ന് വൈകിട്ട്. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഇന്ന് ഡൽഹിയിൽ. ഇന്നും നാളെയും AICC നേതൃത്വവുമായി ചർച്ച. ജംബോ കമ്മിറ്റിക്ക് തന്നെ സാധ്യത. തൃശൂർ ഒഴികെയുള്ള DCCകളിൽ മാറ്റം വരും. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് സൂചന. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യമെന്ന് വിലയിരുത്തൽ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ട്രംപിന്റെ നികുതി ഭീഷണി ഇരട്ടത്താപ്പെന്ന നിലപാടുമായി ഇന്ത്യ. അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ടു മറുപടി. ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ റഷ്യ 5ാം തലമുറ സുഖോയ് വിമാനങ്ങൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കി. ഓവൽ ടെസ്റ്റിൽ ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം. ടെസ്റ്റ് ക്യാപ്റ്റനായി അരങ്ങേറിയ ശുഭ്മാൻ ഗില്ലിനും യുവസംഘത്തിനും ആത്മവിശ്വാസം നൽകുന്ന നേട്ടം. മിന്നും പ്രകടനം നടത്തിയ മുഹമ്മദ് സിറാജിനെ അഭിനന്ദിച്ച് ICC ചെയർമാൻ ജയ് ഷാ.